അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം കാണാനായിട്ട് ഞങ്ങൾ ജപ്പാനിൽ വന്നേക്കാണ്. എന്താണെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ വരെ എത്തിയത് 3-4 ട്രെയിൻ പിടിച്ചിട്ടാണ്. ആ ട്രെയിൻ എങ്ങനെ പിടിച്ച കഥയൊക്കെ ഞങ്ങൾ പറയട്ടെ. അതിൻ്റെ പൊന്നളിയാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു വലിയൊരു ബിൽഡിംഗ് ഹോട്ടൽ. ബട്ട് ഇവിടെയാണ് നമ്മുടെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് പോയിട്ട് അത് ചെയ്ത് ഞങ്ങൾ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. ഇവിടെ ട്രെയിൻ പിടിക്കുന്ന കേസ് എന്ന് വെച്ചാൽ ഇവിടെ പ്രാന്ത് പിടിച്ചു പോയി. സബ്ബയും കാര്യങ്ങളും എത്ര ട്രെയിൻ പിടിച്ചാണ് ഇവിടെ എത്തിയെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. അതെ ഒരു ജിറാഫിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് എന്ത് മറ്റേ ബ്രേക്സ് വെച്ചിട്ടുണ്ടാക്കിക്കണ്ട. ഇവിടെ നിൽക്കാനായിട്ട് ഒരു സ്പെഷ്യൽ കഥയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്താണ് ആ കഥയെന്ന്. മമ്മൂട്ടിയുടെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും നമുക്ക് സമയമില്ല. നേരെ അക്വേറിയത്തിലോട്ട് പോവാം. എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയിരിക്കും. അതാണ് നമ്മൾ സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ. ജപ്പാനിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇവിടെ പോകാൻ പറ്റിയില്ല. മീൻസ് കഴിഞ്ഞ ഒരു 2019-2018 വന്നപ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അക്വേറിയം. ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഞാൻ 2019 ഇവിടെ ഹിരോഷിമയിൽ പോയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മ ഹിരോഷിമയുടെ ബോംബിട്ട കാര്യമൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്നറിയോ, നീ അതിന് 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി, നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി ഇവിടെ അതേ ഹിരോഷിമയിൽ തന്നെ വന്നിട്ട് വ്ളോഗ് ചെയ്തായിരുന്നു. പുള്ളിക്കാരിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജപ്പാനിലെ ഹിരോഷിമ എന്ന ചെറുനഗരത്തിലാണ്. ഈ നഗരത്തിന് വലിയ ചരിത്രമുണ്ട്. 1945 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക അണുബോംബിട്ട് നശിപ്പിച്ച നഗരമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ചെറിയ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു റിപ്പോർട്ടറാകുകയാണ്. 600 മീറ്റർ മുകളിൽ നിന്നാണ് ഈ ബോംബ് വർഷിക്കപ്പെട്ടത്. ബോംബ് നേരെ കുത്തനെ ഈ കെട്ടിടത്തിലേക്ക് വന്നതുകൊണ്ട് അതിനകത്തുള്ള എല്ലാവരും മരണപ്പെട്ടു. പക്ഷേ കുത്തനെ വന്നതുകൊണ്ട് കെട്ടിടത്തിന്റെ ഏതാനും ഭാഗങ്ങൾ അവശേഷിച്ചു. അതാണ് അമേരിക്കയുടെ ഈ കിരാതമായ യുദ്ധത്തിന്റെ അവശിഷ്ടമായി ഇന്നും ഈ ഹിരോഷിമയിൽ നിലനിൽക്കുന്നത്. വ്ളോഗ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പണ്ട് ഇവിടെ പോയായിരുന്നു. അപ്പോൾ പുള്ളി അത് കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ തിരിച്ച് വരാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ദൈവം പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച്. അതും ജപ്പാനിൽ തന്നെ. അല്ലാണ്ട് ജപ്പാനിൽ പോകാൻ പഠിപ്പും വിവരവും പൈസ ഒന്നും വേണ്ട. കുറച്ച് എന്താ പറയുക ആഗ്രഹങ്ങളും കുറച്ച് എഫേർട്ടും കാര്യങ്ങളും മതി. അപ്പോൾ നമ്മൾ ഇവിടെ എത്താൻ പറ്റും. എവിടെ? നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഹിരോഷിമയിൽ നമ്മൾ പോയിരുന്നു 2018. അപ്പോൾ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി ചേട്ടൻ അവിടെ ഹിരോഷിമയിൽ അതേ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വ്ളോഗ് ചെയ്തപ്പോൾ ഞാനന്ന് ആ പോസ്റ്റ് ഇട്ടിരുന്നു. അന്ന് ഈ വ്ളോഗേഴ്സും കാര്യങ്ങളും ട്രാവലിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഒന്നും യൂട്യൂബിലേക്കൊന്നും ഇല്ല, മലയാളീസ് എക്സ്പെഷ്യലി ഇല്ല. പക്ഷെ നമ്മ അന്ന് പോയപ്പോൾ നമ്മൾക്ക് കൈയിട്ട് ഇന്ന് കൊടുക്കുന്നത് ഊട്ടി കൊച്ചി ആ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് അന്ന് അറിയുള്ളൂ അന്ന്. പക്ഷെ ഇന്ന് എല്ലാം മാറി, ടെക്നോളജി മാറി. നമുക്ക് ഈ സിം ഉണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്യുക, സോഷ്യൽ മീഡിയ ഒക്കെ വലുതായി. അപ്പം നമ്മൾ പിന്നെ അന്നൊരു സങ്കടം ഉണ്ടായിരുന്നു, അന്നൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ലല്ലാന്ന്. പക്ഷെ ഇന്ന് എനിക്ക് പിന്നെയും ദൈവം കൊണ്ടുവന്ന് എത്തിച്ചേക്കാണ് വേറൊരു സ്ഥലത്ത്. ഹിരോഷിമയിൽ ബോംബിട്ട സ്ഥലത്ത് ആ ഒരു മ്യൂസിയത്തിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം അന്ന് കമൻറ്റ് ചെയ്യണ ആൾക്കാർ കമൻറ്റ് ചെയ്തോട്ടെ. ഞാൻ 10ാം ക്ലാസ് പാസ്സായില്ല എന്ന് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിലും ഇവിടെ എത്താൻ പറ്റും. മനസ്സിലായോ? പക്ഷെ ഞാൻ മർച്ചൻ്റ് നേവിയിൽ ഞാൻ പണിയെടുത്ത് അതിൻ്റെ ആ ഒരു എഫേർട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത്രയും പൈസ ചിലവാക്കിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എത്താൻ പറ്റും. ഞങ്ങൾ പൈസ ഇല്ലാണ്ട് 10 രൂപ പൈസ മുടക്കണം. വെറുതെ ട്രെയിൻ ടിക്കറ്റ് എടുത്താണ് ഇവിടെ വരെ എത്തിയത്. അതാണ് വേണ്ടത്. അപ്പം അച്ഛൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണിച്ചത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ട ഇവിടെ 2700 യാനാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റിന്. അപ്പം ഗായ്സ് കിട്ടി കണ്ട 3 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അക്വേറിയം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിന്നളി എക്സൈറ്റ്മെന്റ് എന്നൊക്കെ വെച്ചാലേ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മ ഇപ്പം ഉള്ളത്
ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയത്തിലാണ്ടാ, ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയത്തിൽ. എൻ്റെ പൊന്നോളി, ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടട്ടാ. ഇതെന്താണത്? പള്ളത്തിയാ? അടിപൊളി കുറേ മീനൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്ത് മീനാ? എനിക്ക് മീൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇതിൻ്റെ കണ്ണൊക്കെ ഉണ്ടാ. പക്ഷെ എൻ്റെ പൊന്നോ, നമ്മുടെ വറ്റില്ല, ഒറ്റ മീനുണ്ട്. അപ്പൊ ഈ മീനിന്റെ പേര് അറിയണമെങ്കിൽ കമന്റ് തെരണ്ടി ഉണക്കി പോണ്ട. അപ്പൊ നമുക്കിത് എൻട്രൻസ് മാത്രം ഉണ്ടാ, തുടങ്ങിയായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം ഉള്ളിൽ എന്താണെന്ന്. ഞങ്ങളിത് ഒരു എക്സ്കലേറ്ററിൽ കൂടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട, എന്താണെന്നറിയില്ല. മുകളിൽ ആദ്യത്തെ എൻട്രി തന്നെ വൈബായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ജപ്പാനോട് രക്ഷയില്ല കേട്ടോ, അവിടുത്തെ സിസ്റ്റം കാര്യങ്ങളും. എന്തോരം എക്സ്കലേറ്റർ നോക്കി, എന്തോരം ദൂരം നോക്കി അല്ലേ. വൈബ്. ജപ്പാനിൽ പിന്നെയും വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ വരുമെന്ന് അറിയാം. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ അക്വേറിയത്തിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മ എവിടെയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ? എൻ്റെ പൊന്നളിയാ, ഒരു അക്വേറിയമാണ് നിങ്ങൾ കാണുന്നത്. ഒരു കാടേന് ഇവരുണ്ടാക്കി വെച്ചേക്കേണ്ട, ഒരു രക്ഷയില്ല. ഈ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലാണ് എല്ലാം, പക്ഷെ നമ്മൾ വേറെ കാട്ടി കയറിയണ പോലെയാണ്. എന്തിട്ടാണത്? ഇവിടെ ഒന്നുമില്ലേ? എന്തോ ഉണ്ടട്ടെ, എന്തോ ഇതിൻ്റെ കൂടാണത്, എന്താണെന്ന് അറിയില്ല. എന്തോ സംഭവത്തിന് കൂടാണ്. ഓ, നോർമൽ ഫിഷാണ്. എൻ്റെ പൊന്നോ, വൈബാണ്ടാ. പൂവൊക്കെ ഒറിജിനൽ ഉണ്ടാ, ബാക്കിയെല്ലാം ഫോറസ്റ്റും കാര്യങ്ങളും ഇവിടെ ചെയ്തേക്കണത് ഒറിജിനലാണ്ടാ. താറാവല്ല, വേറെന്തോ സംഭവം. താറാവല്ലട്ടത്, താറാവ് പോലത്തെ സംഭവം ഉണ്ട്. പക്ഷേ രസമുണ്ട് കാണാൻ. ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട, അന്ധകാരമാണ്, പക്ഷെ രസമാണത്. ഒരാള് നോക്കി, സീലയൻ ഉണ്ട് നമ്മുടെ, എന്താ അതിനെ പറയണേ, നീർനായ വേണ്ട. അവിടെ ഒരുത്തന് മുങ്ങാങ്ക് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിടന്നുറങ്ങിയിട്ട് നൈസായിട്ട് എണീക്കടൂ. വായ വിളിക്കണ്ട് കേട്ടോ, ഉറങ്ങിയാണ് നിങ്ങള്, വിശക്കണ്ടെന്നോന്നണ്ട. പിന്നെ ഇവിടെ എന്താണുള്ളത് എനിക്ക് അറിയില്ല കേട്ടാ. ഇവിടെ ഒരു സാധനം കിടന്ന് ഉറങ്ങുന്നുണ്ട്, എന്നിട്ടില്ല. എല്ലാവരും ഉറക്കണം ഉച്ചയില്. ഇത് എന്ത് എന്റെ പൊന്നു, എന്ത് വലുതാണത്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ. ഓ, പെങ്കുൻ സ്നോ ആർട്ടിഫിഷ്യലായിട്ട് അവരുണ്ടാക്കിയൊക്കെയാണ്. പെങ്കിൻ കുഞ്ഞുങ്ങള്. ഓ, കുളപ്പൻ കണ്ടാ പെങ്കിനെ കണ്ടാ. ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു സൂവില് പണ്ട് കാനഡയില്. ഈ സൂ കാണുമ്പോ എനിക്ക് ഞാൻ വായിച്ചൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. ലോകത്തില് പാപം ചെയ്യാത്തവര്, ഇന്നസെൻസ് മാത്രം കിടക്കണ പ്രസൺ ജയിലാണത്. ഇവരെല്ലാവരും ഇന്നസെൻസ് മാത്രമുള്ള ജയിലാണ് ഈ ഒരു സൂ എന്ന് പറയുന്നത്, അക്വേറിയം എന്ന് പറഞ്ഞത്. എന്താ അല്ലേ, പെങ്കിൻ. ഇനി നമുക്ക് കുറച്ച് ഡോൾഫിന്റെ ഷോ ആണ് കേട്ടാ. അപ്പൊ ഇവിടെ കുറച്ച് ഡോൾഫിനും ഉണ്ട്. ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ സമ്മതിക്കൊണ്ടത്. ഇത്രയും വലിയ വെള്ളത്തിന്റെ അടിയിൽ ഇവരൊക്കെ വളർത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിക്കണം. എന്ത് രസമല്ലേ, അത് നിങ്ങളെ കാണിക്കാനാണ്. ഡോൾഫിനൊക്കെ ഉണ്ടാച്ചാലേ. ഓ, ഡോൾഫിൻ രസമുണ്ടാ. എന്ത് വലുതാ. ഡോൾഫിൻ കേട്ടാ. ആയി കുഞ്ഞു മീൻ. ജപ്പാനിലെ കളർ മീനുകൾ കണ്ടു ഗൈസ്. എന്താണ് പേരൊന്നും അറിയില്ല, പേരറിയാവുന്നവര് കമന്റ് ചെയ്തോട്ടോ. അപ്പൊ ഇനി നമ്മ കാണാൻ പോണത് തിമീങ്കലത്തിനെയാണ് മോനെ. ആ, ഇത് വെയിൽ ഷാർക്കാണ്, വെയിലല്ല, ഇത് വെയിൽ ഷാർക്കാണ്. ചെറുത് ഈന. ഓ, പൊളപ്പയൻ. ഇത് എന്ത് മീനാന്നറിയില്ല. നമ്മളവിടുത്തെ കേരകൂരി എന്നൊക്കെ പറയുക, അതുപോലത്തെ തന്നെ ഇരിക്കുന്നുണ്ട്. വൈബാണ്ട്. അവിടെ ഒരു മീൻ കേട്ടാ. അതിന്റെ ബാക്കിൽ മറ്റേ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന മീൻ,
അതാണ് തോന്നുന്നത്, എനിക്കറിയില്ല. എന്നാലും മൊനമ്പങ്കാരനല്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണ മീനെ കുറിച്ച്. വാവ്, അതെ എന്ത് മീനാണ്, ഷിപ്പിക്കൊണ്ടായിരുന്നു, കറി വെക്കായിരുന്നു. ഇതേ പൊത്തല് നമ്മുടെ അവിടെയൊക്കെ പൊത്തൽ എന്ന് പറയുമ്പോൾ ഇത് മറ്റേ വിഷമുള്ള മീനാണ്ട, ഇതിങ്ങനെ വീർക്കും. ഉണ്ണിമീരിയുടെ വിളിക്കുന്നത് ഇത് ഏതാണ് ഈ മീൻ? തലച്ചോറ് തല വലുതായ മീൻ, കുറേ മീനുണ്ട് ഇവിടെ. മറ്റേല്ലേ ഇവിടെ തേരണ്ടിനൊക്കെ ഉണ്ടാ, വലിയ തരണ്ടി, വെയിൽ ഷാർക്ക്. ഇത് നമ്മുടെ നെയ്മീൻ, മറ്റേ സംഭവം എന്താണ് ഈ വറ്റ. ദിസ് ഇസ് വറ്റ. ഷാർക്ക് ഉണ്ട് അവിടെ, ഷാർക്കിനെ കണ്ട ആരെങ്കിലും? വെയിൽ ഷാർക്ക് കണ്ട വെയിൽ ഷാർക്ക് കണ്ടത് ഞാൻ, വലിയ ഷാർക്ക്, വെയിൽ ഷാർക്ക്. ഇത് നമ്മൾ കടലിൽ ഇടയ്ക്ക് കാണാറുണ്ട്, ഷിപ്പിന്റെ സൈഡിലേക്ക് ഇത് വരാറുണ്ട്. കണ്ട ഇത് മറ്റേ ചുറ്റിയ തലയും സ്രാവ്. വെയിൽ ഷാർക്ക് വന്നിട്ടോ, വെയിൽ ഷാർക്ക് വന്നിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ എന്തോ ക്ലീൻ ചെയ്യണം, എന്തോ സംഭവങ്ങൾ ചെയ്യണ്ട. വെയിൽ ഷാർക്ക് വന്നിട്ടുണ്ട്. ഓ ദേ തരണ്ട്. എന്റെ പൊന്നാളിയാ രണ്ടെണ്ണം ഉണ്ട് വെയിൽ ഷാർക്ക്, 2 വെയിൽ ഷാർക്ക് ഉണ്ട്. അപ്പൊ ഈ സംഭവത്തിന് നമ്മൾ കടലിൽ കണ്ടിട്ടുണ്ട്, എന്നാലും അക്വേറിയത്തിൽ കാണാൻ ആദ്യമായിട്ട് കണ്ട. തരണ്ടി ഒറ്റ മീൻ. എന്ത് വലുതാ നോക്കി, ഇത്രണ്ട്. അപ്പൊ വെയിൽ ഷാർക്ക് കണ്ടത് എന്റെ പൊന്നലിയ, മറ്റേ ഇതൊക്കെ വാല് നോക്കി. സ്ക്വിഡിനെ കണ്ട, സ്ക്വിഡ് നമ്മുടെ കൂന്തലില്ലേ, കൂന്തലെ ലൈവായിട്ടത് വെള്ളത്തിൽ നിങ്ങൾ കണ്ടുട്ടോ. ഇത് കണവയാണ്, അല്ല കണവല്ല കേട്ടോ, ഇത് സ്ക്വിഡാണ്, വലിയ സ്ക്വിഡ്. ഒരു നീരാളി മറിഞ്ഞു കിടക്കണ്ട, ആരും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. ഇത്രയും വലിയ ഉണ്ടാ, നമ്മ ആ റൗണ്ട് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ 360 ഇങ്ങനെ ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂൾ മറ്റേ ഇതില്ലേ ഇതാക്കി വെക്കണവര്, അടി തൊട്ട് മുകളിട്ടുണ്ടോ, അത്രയും വലുതാണ്. ഈ അത്രയും വലിയ ഷാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വലുതായിരിക്കണത്. അപ്പൊ നമ്മ ഇത് കറങ്ങി വന്നേക്കണ്ട. ഒരു ആള് ക്ലീൻ ആക്കണണ്ട. ചുറ്റിയ തലയും ഷാർക്ക്. വാവ്, ഈ ഷാർക്കിനെ നമ്മളവിടെ കിട്ടാറുണ്ട് ഇടക്ക് ഹാർബറിലെ, മൊനമ്മ ഹാർബറിൽ. ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ അടുത്തതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേ എന്താണ് മരത്തടി വെട്ടിയിട്ട് പോലെ ഒരു സാധനം പോണത്? പുള്ളിമാനല്ല, ഇതിന്റെ പേര് എന്താ? സീലയൻ പോണുണ്ടോ? ദേ ഇവിടെ കണ്ട കുഞ്ഞു കുഞ്ഞു മീനുകൾ. നോർമലി കുഞ്ഞൊക്കെറിയും, പക്ഷെ ഇത് രസം കൊണ്ടിട്ട് കാണാൻ. ഈ റെഡ് കളറല്ല, ഇത് റോബോട്ടാണത്, ചെമ്മീനാണ്. റോബോട്ട് പോലും ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും നേരമൊക്കെ കണ്ട. ഈ ഒരു സംഭവം അടിപൊളിയാണ്ട, നല്ല സ്റ്റൈല് കാണാൻ. അപ്പൊ ഈ ഫിഷിന്റെ പേര് എനിക്കറിയില്ല, അപ്പൊ ഇത് അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് തന്നെ നേരത്തെ കണ്ടിട്ടുള്ളവരൊക്കെ. ഈ സംഭവത്തിന് സീ കുക്കുംബർ എന്ന് പറയും കേട്ടോ. സീ കുക്കുംബർ എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയൊരു അനിമലും കൂടി ഉണ്ട്, പോലത്തെ ഒച്ചല്ല, ശംഖ് പോലത്തെ സീ കുക്കുംബർ എന്ന് പറയുന്നത്. ഇതിന്റെ തല നോക്കി, പാമ്പിന്റെ പോലെ മുള. ഇത് സീ കുക്കുംബർ അല്ല കേട്ടോ, ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇതിങ്ങനെ പാമ്പിന്റെ പോലെ തല ഇങ്ങനെ മുകളിട്ട് നിൽക്കണ്ടത്, ഉള്ളിലോട്ട് മോണ്ട്. അടിപൊളി. ഇങ്ങനത്തെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് സീ കുക്കുംബറാണ്. ബാക്കി ഈ ഒരു ജിറാഫിന്റെ തല പോലെ ഇട്ട് നിൽക്കണ ഈ സംഭവത്തിന് എനിക്കറിയില്ല കേട്ടോ. ഡൈനോസറിന്റെ ഇത് കണ്ട, 2 നിറത്തിലുണ്ട്, ഒന്ന് വൈറ്റിലും ബ്ലാക്കിലും, ഒന്ന് ജിറാഫിന്റെ കളറിലും. വൈബ് സാധനം ഇതൊക്കെ നമ്മുടെ നാട്ടില്. അപ്പൊ ഇതിന്റെ പേരും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് നൈസ് ഫോട്ടോ എടുക്കളിയാ എല്ലാവരും. എനിക്ക് തോന്നണത് ഏറ്റവും വലിയ അക്വേറിയം ഇത് അവകാശപ്പെടുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് മച്ചാമാര് ഇത് 3-4 നില ഒന്നല്ല, ഒരു 5 നില ഉണ്ടല്ലേ.
5 നിലയുള്ള ഈ ഒരു സംഭവമാണിത്. ഞങ്ങൾ ഏറ്റവും അടിയില നിലയിലാണ് ഇപ്പോൾ വന്നേക്കണത്. വെറുതെ അല്ല ഇതിന് ഏറ്റവും വലിയ അക്വേറിയം എന്ന് പറയുന്നത് ലോകത്തില. 5-6 നിലയുണ്ട്, 5 നിലയുണ്ട് കറക്റ്റ് എണ്ണിയായിട്ട് 5 നിലയുണ്ട്. 5ാമത്തെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങൾ നിൽക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ. ഇങ്ങനത്തെ ഒരു സംഭവം വേറെ എങ്ങും ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കണ്ട ആനിമൽസും ഫിഷൊക്കെ ഞാൻ വേറെ പല അക്വേറിയത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടോ വലിയ ആ ഒരു വെയിൽ ഷാർക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അത്രയും വലുതാണ്. അത്രയും വലുത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഇത് എത്ര വലുതാവുമെന്ന് ആലോചിച്ച് നോക്കി. ഷാർക്ക് തന്നെ വേണ്ട ചുറ്റിയത്തലയെന്ന് പറയും നമ്മുടെ അവിടെ ഈ സാധനത്തിന്. എൻ്റെ പൊന്നോ ഇത്ര ഉണ്ടോ കണ്ട ഞണ്ടില്ലേ വലിയ ഞണ്ട് വലുതുടി അവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഞണ്ട് ഇല്ലിക്കട്ട് ഞണ്ട്. എൻ്റെ പൊന്നളിയോ അത് ക്രാബിനെ കണ്ട. ക്രാബ് അലാസ്കൻ ക്രാബാന്ന് തോന്നണം. അലാസ്കൻ ക്രാബ് ഇതുപോലെ തന്നെ ഇരിക്കേണ്ടത്. ഐ തിങ്ക് ഇറ്റ് ഈസ്. എത്ര ഉണ്ട് ഞണ്ട്. നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. അത് നോക്കി ഞണ്ടിനെ കണ്ട. ഇത് അലാസ്കൻ ക്രാബാന്ന് തോന്നണം. പ്രാവശ്യം ഗോൾഡൻ റാംസി ഇതുപോലെ തന്നെ ഇതിനെ കഴിക്കണത് ഐസിൽ നിന്ന് പിടിച്ച് കഴിക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം അറിയില്ല കേട്ടോ. ഇതെന്താണ് ഇത് തൊട്ടിട്ട് ഒന്നും മനസ്സിലാവണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്ടൊക്കെ ഉണ്ട്. ജെല്ലിഫിഷിനിട്ടൊക്കെ ഉണ്ട്. ജെല്ലിഫിഷിനിട്ടേക്കണ അക്വേറിയം കൊണ്ടോ അവര്. എന്തൊരു സോണില് ഈ ജെല്ലിഫിഷ് കൊള്ളാട്ടാ. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. വാവ്, ഇതൊരു വെറൈറ്റി സംഭവം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ എന്തോ ഒരു വേറെ ലോകത്ത് വന്ന പോലെയാണ്. ആണ്ടാ ജെല്ലിഫിഷ് ഓളപ്പൻ. ഒരു യുണീക്ക് ഒരു മീനെ കാണിച്ചു തരാട്ടാ. കാണാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. ട്രാൻസ്പെറൻ്റ് ആണ്. അത് ഇതിൻ്റെ കുഞ്ഞിനെ കണ്ട എന്താ അല്ലേ. ട്രാൻസ്പെറൻ്റ് മീൻ, ട്രാൻസ്പെറൻ്റ് ജെല്ലിഫിഷ്. വാവ്. ആ ഇത് കണ്ട ട്രാൻസ്പെറൻ്റ് ജെല്ലിഫിഷ്. ഇങ്ങനത്തെ ജെല്ലിഫിഷിനെ ആദ്യമായിട്ടാണ്. എടാ കുറേ ജെല്ലിഫിഷ് ഇവിടെ ഉണ്ട് കേട്ടോ. ബാ ഇനി അടുത്ത വിശേഷങ്ങൾ കാണാം. ഇത് മറ്റേ പഞ്ഞുണ്ടത്, പഞ്ഞുകൊണ്ട് സെറ്റാക്കി വെച്ചിരിക്കണേ. ഇതെന്താന്നൊരു പിടുത്തൂല കേട്ടോ. ഇവിടെ വേറെ കുറേ ജെല്ലിഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു അടിപൊളി ഫോട്ടോ കിട്ടി വരുന്നുണ്ടോ. വേറൊരു ജെല്ലിഫിഷ്. ഒരുപാട് മീനുണ്ട് ഇവിടെ. എന്താ അല്ലേ. ഒരു മീനുകളെ ഞങ്ങളെ കാണിച്ച് തീരുട്ടാ. അത്രയും മീനുകളെ കാണിച്ച് തീരുട്ടാ. അത്രയും മീനുകളുണ്ട് ഇവിടെ. കുഞ്ഞ് പൊടി സ്ക്വിഡ്. എൻ്റെ പൊന്നോ, ഫോക്കസ് സ്ക്വിഡാണ്ടത്. അത് ഇത്രയും വളരുള്ളത്. ഇത്രയും ചെറിയ സ്ക്വിഡ് ക്രീച്ചർ. സ്ക്വിഡല്ലത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊരു വീഡിയോയിൽ. ചെറിയ മറ്റേ കണ്ട. സൂക്ഷിച്ച് നോക്കി നിങ്ങൾ ഇങ്ങനത്തെ മീനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹായ്. ഇതിവിടെ ഒരു മീൻ്റെ ഫോട്ടോ വെച്ച് കാണണം ചമ്മരെ. ഇത് കൊമ്പന. ഏത് കൊമ്പനാന്നറിയില്ല. നൈസാണ്. പൊന്നളിയെ കുറേ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് കപ്പലിലോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും. അത്ര വലിയൊരു അക്വേറിയമാണിത്. ഈ 2700 ഇവിടുത്തെ യാനാണ് ഇതിൻ്റെ എൻട്രി ഫീസ് ഉള്ളത് കേട്ടോ. 1500 രൂപ ഉണ്ടാ. 1500 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വന്നത്. ഇങ്ങാട് ഇതിന് എൻട്രി. അതേ പെങ്കിൻ. ഇത് മഡഗാസ്കർ എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ ഒരു പെങ്കിനാ. ഇങ്ങനത്തെ ഒരു കഥാപാത്രം അതിലുണ്ട്. ഇവൻ്റെ പോലെ ഇരിക്കണത്. എൻ്റെ അപ്പൻ ആരാണ്ടൊക്കെയാണ് തോന്നുന്നത്. എന്തുമാണോ നോക്കി. ഇതിനധികം തണുപ്പൊന്നും വേണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടേക്കണം. പക്ഷെ ഇവിടെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മഞ്ഞുണ്ട്. അച്ഛനെ അറിയോ മഡഗാസ്കറല്ല മറ്റേ സിനിമയില്ലേ അതിലെ ഒരു കഥാപാത്രം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. പെങ്കുൻ. ബാ ദേ മുട്ടിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇത് കണ്ട. ഇല്ല വെറുതെ വെച്ചേക്കാന്ന് തോന്നുന്നു. റെസ്റ്റാണ്. കുറേ ഉണ്ട് കേട്ടോ. കുറേ ടീമുണ്ട് ഇവിടെ. പിന്നെ ഭയങ്കര കടൽപ്പുറ്റും കോറും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓടെയാണ് ഇവിടെ നിന്ന്. ഇനിയും കാണാനാ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. വാങ്ങിച്ചാ വാ.
അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ടോ. അത് ബ്ലൂ വീല്, പെങ്കിൻ, ഇതൊക്കെ നല്ല രസമില്ല കാണാൻ. എൻ്റെ പൊന്നോ. അപ്പം ഇവിടുത്തെ അവസാന കവാടമായ ഈ ഒരു ഷാർക്കിൻ്റെ അടികൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തുറന്ന് പുറത്തോട്ട് പോവാം. എൻട്രി എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അക്വേറിയം, ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം കണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഗായ്സ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വരെ എത്താൻ പറ്റിയതിന്. കണ്ട മോനെ ഇവിടെയും വരെ എത്താൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. 2018 ക്രൂസിൻ്റെ 2019 ക്രൂസ് ഞാൻ വിട്ടിട്ട് ഇവിടെ പിന്നെയും ജപ്പാനിൽ പിന്നെയും വരാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം പാരൻസിൻ്റെ എല്ലാത്തിൻ്റെ അനുഗ്രഹമാണ് ഇങ്ങനെ ഇവിടെയും വരെയൊക്കെ എത്താൻ പറ്റിയത്, ഇങ്ങനത്തെ കാണാൻ പറ്റിയത് കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോയെന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സായി പോയേനെ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഇത് കാണാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ ഹോംവർക്ക് ചെയ്തില്ല ജപ്പാനിൽ അടുത്ത് എന്താണ് കാണാനുള്ളതെന്ന്. അപ്പോൾ ശരിക്കും ടോക്കിയോയും നാഗസാക്കിയും ഹിരോഷിമയൊക്കെ വെല്ലൂർത്താണ്, ഭയങ്കര ദൂരമാണത്. പക്ഷേ ഇവിടെ ഞങ്ങളുടെ അടുത്ത് എന്ത് കാണാൻ പറ്റുന്നത് അത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ, അത് കാണാൻ പറ്റില്ല. ഇൻഷാല്ലാ മേ ബി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടം വരെ ഓടി എത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയാം. 3 ട്രെയിൻ മാറി കയറിയിട്ടുണ്ട്. ഭാഷ അറിയില്ല ഒരാൾക്കും, അതാണ് മെയിൻ കാര്യം. ഇവിടെ ഭാഷ അറിയില്ല. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാനുണ്ട്. സബ്വേയും കാര്യങ്ങളും ഒരു 4 നില അടിയിലോട്ടും മുകളിലോട്ടൊക്കെയാണ് ഇവർ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പണിത് വെച്ചേക്കണത്. പക്ഷെ ഭയങ്കര ഫാസ്റ്റാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. കറൻസി ചേഞ്ച് ആക്കിയിട്ട് കറൻസി ഞങ്ങൾ പെട്ട പെടരുത്. നേരെ ഓപ്പോസിറ്റ് ആ ബിൽഡിങ്ങിൽ ആദ്യത്തെ ഫ്ലോറിൽ തന്നെ കറൻസി എടുക്കണ മെഷീൻ ഉണ്ട്. USD നിങ്ങളുടെ ഇന്ത്യ USD ഇട്ട് കൊടുക്കുക, തിരിച്ച് ഇവിടുത്തെ കറൻസി ആയിട്ട് തിരിച്ചു വരും. ഞങ്ങൾ പോയത് എങ്ങനെയുണ്ടായിരുന്നു? പോകല്ലേ? അപ്പം ജപ്പാനിൽ വന്നാലും മിസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ മിസ് ചെയ്തേനെ, പക്ഷെ ഓടിപ്പടഞ്ഞ് ഇവിടെ വരുത്തി പോയ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇങ്ങനെ എന്തായാലും കഴിച്ചിട്ട് ഇങ്ങനെ പിരിക്കട്ടെ. ഷിപ്പിൽ കറക്റ്റ് എത്തിയിലേക്ക് പണി പോവും, അല്ലെങ്കിൽ കപ്പലേക്കട്ട് പോവും. ഞങ്ങൾ 1.25 മണിക്കൂറുണ്ട് ഫുള്ള് ചുറ്റിക്കറങ്ങി പോന്നു. പക്ഷേ അവിടെ നൈസായിട്ട് കാമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ, ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു 5-6 ഫ്ലോറുള്ള ആ ഒരു സംഭവമില്ലേ ഇടുവാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ എല്ലാ മിക്ക റെസ്റ്റോറൻറ്റിലും ബിയറും ആൾക്കോളും എല്ലാം കിട്ടും, ഫുഡൊക്കെ കിട്ടും കേട്ടോ. ആൾക്കാർ സമാധാനപരമായി ആൾക്കാരെ ഒന്ന് കഴിച്ചു പോകുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ അക്വേറിയം കാലത്ത് കാണാൻ പോയ വിശേഷം എന്ന് വെച്ചാൽ ഒരു സാധനം പോലും കാലത്തോടെ ഞാൻ കഴിച്ചതല്ല. കാലത്ത് 5:45 കഴിഞ്ഞിട്ട് ഫുള്ള് പണി, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എല്ലാം അടിച്ച് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കണം. കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് പിന്നെ ഇതും കണ്ടെങ്കിൽ 4 മണിക്ക് ഡ്യൂട്ടിക്ക് പിന്നെയും കയറണം. പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിയാവും. അപ്പം ഞാനൊരു 10-14 മണിക്കൂർ കണ്ടിന്യൂസ് നിന്നിട്ടാണ് ഞാനിത് കാണുന്നത്, നിങ്ങളെ കാണിച്ച് തന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇത് ഇന്ന് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, ഇതെൻ്റെ ഒരു പാഷനാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞത്. എനിക്കും ഇതൊക്കെ ആൾക്കാരെ കാണിക്കണം. കുറേ വർഷങ്ങൾ കുറേ പ്രായമാകുമ്പോൾ ഇതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ കിടക്കില്ല, ആരും കട്ടുണ്ടൊന്നും പോവില്ല. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മെമ്മറീസ്. ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോയാലും ഫോണിൽ നിന്ന് പോയാലും മനസ്സിലുണ്ടാവില്ല, ആ ഒരു സംഭവം മതി. അപ്പോൾ ഈ സംഭവം വന്നിട്ടുണ്ട്, ഇതെന്താണെന്നൊരു പിടുത്തൂല. അപ്പം ഇത് കണ്ടോളൂ. ഇതൊക്കെ നിങ്ങൾ ജപ്പാനിൽ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു. ഉളപ്പ സാധനോട്ട് വന്നേക്കണം. എൻ്റെ ആവി വറക്കണത് ഇതൊക്കെ ആദ്യമായിട്ട് കഴിക്കാണ്. ബീഫുണ്ട് ഇതിൽ മോച്ചനെ അസാക്കി. ഈ സാധനമാണ് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടാ. ഈ ബിയർ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ, അസാക്കി ബിയർ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയെന്ന് പറയാം. അടിപൊളി കേട്ടോ, പൊളപ്പൻ സാധനം, നല്ല നല്ല ടേസ്റ്റ് അസാക്കി ബിയർ. അപ്പം ജപ്പാനിൽ വന്നാൽ മറക്കണ്ട, ആൾക്കാർക്ക് ഷെയർ ചെയ്തോ അസാക്കി ബിയർ. മച്ചാനെ ഞാൻ ഇവിടുത്തെ ഒരു വിസ്കി, ഫേമസ് വിസ്കിയും കൊടുത്തിട്ടുണ്ട്, സൺ ട്രോയ് വിസ്കി. അടിപൊളി വിസ്കി ഉണ്ട്, ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ട്രൈ ചെയ്ത്. അടിപൊളി, നൈസ് വൈബ്. പൊളപ്പേ ഇഷ്ടപ്പെട്ട്. ഓന്തറൊക്കെ അടിക്കണം. അപ്പം ജപ്പാനിൽ പോകുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, എക്സ്പീരിയൻസ് ആയിട്ട് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണോ? What is the name? This one name? Spicy beef noodle soup with set menu. This spicy. Spicy. Okay. Too much spicy. Noodles, beef, എല്ലാം ഇട്ടുണ്ട് ഇതിൽ.
നല്ല ചൂടുണ്ടോ അതേ ഇതൊക്കെ കഴിച്ച് തീർക്കാനാണ്. അതേ ഈ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട, ജപ്പാനീസ് ഫുഡാണ്. സ്പൈസി സൂപ്പ് നൂഡിൽസ് വിത്ത് ബീഫ്. അപ്പോൾ ഇതിൽ ബീഫ് മാത്രമല്ല, മുട്ടയുണ്ട്, ഒരു കുടല് പോലത്തെ എന്തോ സംഭവം ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, അടിപൊളി നല്ല ഹോംമെയ്ഡ് നൂഡിൽസിൻ്റെ കുളപ്പൻ. ഈ കളർ കണ്ട് പേടിക്കണ്ട, അധികം സ്പൈസി ഒന്നുമല്ല. അതിൻ്റെ കൂടെ പോർക്കിൻ്റെ സ്ലൈസ് ഉണ്ട്, പിക്കിളുണ്ട്, ഇവിടുത്തെ സ്റ്റിക്കി റൈസ് ഉണ്ട്. അടിപൊളി സ്പെഷ്യൽ കുഴപ്പം. ജപ്പാനിൽ ചെന്നാൽ ജപ്പാനിലെ ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചാനെ ഞങ്ങൾ ലേറ്റായി കപ്പലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ യൂബർ വിളിച്ചേക്കാണ്. യൂബർ ഡ്രൈവറാണ്. ഞങ്ങളുടെ മാപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇറങ്ങേണ്ട ആ സ്ഥലം നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് മാപ്പായിട്ട് വാങ്ങാം. അപ്പോൾ ട്രെയിനിൽ പിടിച്ച് പോകാമെന്നുള്ളൂ. പക്ഷേ നമ്മൾ പെട്ടുപോയാൽ കപ്പൽ വൈകിയാൽ സീനാവും. അതുകൊണ്ട് ഞങ്ങൾ ഒരു എന്താ പറയുക 5000 രൂപ 6000 രൂപ മുടക്കിയാണ് ഇപ്പോൾ ഞങ്ങൾ കപ്പലോട്ട് തിരിച്ചു പോണത്. അത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ടൈമിൽ എത്തണം. ഇത് കഴിഞ്ഞ് സ്ട്രേറ്റ് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. ആലോചിച്ചേക്കാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ മാപ്പ് എടുത്തുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അതേ സിറ്റിയൊക്കെ ഉണ്ട്, പതുക്കെ ഞങ്ങൾ പോയിയാണ്. ഇവിടുത്തെ ട്രക്ക് ഉണ്ടോ, എന്തായാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂണ് തിളങ്ങണ പോലെ തിളങ്ങുന്നുണ്ട്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ് കയറ്റണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ 8890 ഇവിടുത്തെ യാനായിട്ടാ അതേ ചില്ലറ ആയിട്ടുണ്ട്. ഇപ്പം ഇത് എത്ര രൂപ ഇന്ത്യൻ മണിയാറുണ്ടാവും? ടേക്ക് ദിസ് ഓൾസോ. ഓക്കെ, താങ്ക് യു, വെൽക്കം. വെൽക്കം വെൽക്കം. അപ്പോൾ അയാൾക്ക് ഒരു ടിപ്പും കൂടി കൊടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് എന്തായാലും ഓസ്ട്രേലിയയിലെ പൈസയൊക്കെ ഞങ്ങൾ തീരല്ല, ഓസ്ട്രേലിയയില ജപ്പാനിലെ പൈസയൊക്കെ നമ്മൾ തീർന്നുണ്ട്. വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ ജപ്പാനിലടിച്ച് വിളിക്കരുത്, ജപ്പാനിലടിച്ച് വിളിച്ച് പോയി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ കളിക്കൊന്നാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഇത് കാണാനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് താമസിച്ചത് അക്വേറിയം കാണണമെങ്കിൽ എത്ര രൂപ അവിടെ ലക്ഷങ്ങളാവൂലേ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂടി ഒന്നൊരു 6000-7000 രൂപ പോയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് വെക്കാം. അപ്പം നിങ്ങൾ അതാണ്. അപ്പൊ ഹാപ്പി വിഷു. ഇത് കണിക്കുന്നല്ല, ഇത് ജപ്പാനിലെ ഒരു കണിക്കുന്ന പോലത്തെ കൊല്ലത്തിൽ 2 മാസം വിരിയണ ഒരു പൂവാണ്. ഇത് എല്ലായിടത്തും ഇങ്ങനെ പൂത്ത് നിൽക്കേണ്ടത് നല്ല രസമാണ് കാണാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തിരിച്ച് സേഫായിട്ട് വന്ന് അകത്തോട്ട് കയറിയാണ്. ഇനി കൊറിയയിലോട്ടാണ് പോണത്, സൗത്ത് കൊറിയയിലോട്ട്. അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാം ഒരു ഭാഗ്യം, അങ്ങനെ പറയാം. വെയിറ്റ് ഒരു അപാര ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം പിറ്റേ ദിവസം സംഭവിച്ച്. അത് നിങ്ങൾ കണ്ടോട്ടെ എന്താണെന്ന്. ഇതിനായിരുന്നു ഞങ്ങൾ ഇത്രയും തിരക്ക് പിടിച്ച് അത്രയും പൈസ മുടക്കി കപ്പലോട്ട് തിരിച്ച് ടാക്സി വിളിച്ചു വന്നത്. അപ്പൊ ഗായ്സ്, നിങ്ങൾ എൻ്റെ ബാക്കിൽ കണ്ട അതാണ് നമ്മൾ ഇന്നലെ പോയ മറ്റേ മ്യൂസിയം. പക്ഷെ ഇന്നലെ കപ്പൽ ഇവിടെ ഇരുന്നില്ല, ഇന്നലെ കപ്പൽ വേറെ സ്ഥലത്തായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് 2-3 ട്രെയിനും പിടിച്ച് ആണ് അവിടെ വരെ ഞാൻ വന്ന് കണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂ. മറ്റേ ആ റൗണ്ട് സർക്കിൾ ഉണ്ടാ, അതിൻ്റെ അവിടെ റെഡ് ബാക്കിൽ ബിൽഡിംഗ് ഉണ്ടാ, അതാണ് നമ്മൾ ഇന്നലെ പോയ ആ ഒരു എന്താ പറയാ അക്വേറിയം, ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം. പക്ഷേ എന്തായാലും ഇന്ന് എനിക്ക് പോകാൻ പറ്റൂല, ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയത്. പക്ഷെ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു ഇന്നലെ പോയത് അബദ്ധമായി പോയി, ഇന്ന് പോയാൽ മതിയായിരുന്നു, ഇവിടെ നിന്ന് നടക്കാനുള്ള ഒരു ദൂരമുള്ളു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് പോയി ഇന്നലെ കണ്ടു. പക്ഷെ ഇന്ന് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റൂല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ചുമ്മാ കപ്പലിലെ വന്നപ്പോ നോക്കിയതാണ് ആ റൗണ്ടിലെ സാധനം. പിന്നെ നോക്കിയപ്പോ ആ ഒരു നമ്മുടെ അക്വേറിയം. അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് കണ്ട ഇത്ര അടുത്തായിരുന്നു. പക്ഷെ ഇന്നലെ അത്രക്ക് ഓടി, സമയമില്ലാണ്ട് അത്രക്ക് ഓടിയാണ് കാഴ്ചകളൊക്കെ ഇന്നലെ ഞാൻ കണ്ടത്, നിങ്ങൾ കാണിച്ചു തന്നത്. 7000 രൂപക്ക് ഞങ്ങൾ ഇന്ത്യൻ റുപ്പി, ഇവിടുത്തെ റുപ്പി 9000 യാനി ഞങ്ങൾ യൂബർ വിളിച്ച് വന്ന്. അപ്പൊ കപ്പലിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു 6ാമത്തെ ഷിഫ്റ്റിംഗ് ആണ് കപ്പല്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ഏറ്റവും അവസാനം ഞങ്ങൾ വന്ന് പെട്ടത് ഞാൻ പ്ലാൻ ചെയ്ത എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ആ ഒരു സംഭവത്തിന് അടുത്ത് തന്നെ കപ്പൽ കൊണ്ടുവന്ന് കെട്ടിയേക്കാണ്. അപ്പൊ എനിക്ക്
എന്താ പറയാ, ലൈഫിൽ ഇങ്ങനത്തെ കുറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നലെ അത്രയും ദൂരം സഞ്ചരിച്ച് പോയ സംഭവം എന്റെ കയ്യെത്തും ദൂരത്ത് ഇപ്പൊ ഇവിടെ ഉണ്ട്. അതാണ് ലൈഫ്. നമുക്ക് നാളെ എന്താണ് സംഭവിക്കുവാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇന്ന് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് പോയിരുന്നു. ഇന്ന് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായി അത് കാണാനായിട്ട്. പക്ഷെ അവിടെ നിന്ന് ആരും പോകാനായിട്ട് താല്പര്യം കാണിച്ചില്ല. ഞാനാണ് ഇൻട്രസ്റ്റ് എടുത്തത്. കാരണം 2-3 ട്രെയിൻ കയറണം, അത് കഴിഞ്ഞ് ഇവിടെ എത്തണം, പിന്നെ തിരിച്ച് കപ്പലിൽ എത്തിയില്ലെങ്കിൽ കപ്പൽ ഇവിടെ നിന്ന് മാറിപ്പോയാല് എന്താ പറയാ, ജോലി പോവും, പിന്നെ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് അത്രക്ക് റിസ്ക് എടുത്താണ് ഇന്നലെ ഞാൻ ഇവിടെ നിങ്ങളെ പോയി കാണിച്ചു തന്നത്. ഇന്നലെ മൊത്തം ചെലവ് ഒരാൾക്ക് നാട്ടിലെ ഒരു 6000-7000 രൂപ ആയിട്ടുണ്ടാവും ഒരാൾക്ക്. ഇന്നലെ ഇവിടെ പോയി എല്ലാം കണ്ടേന്. അപ്പൊ ഇനി ഞങ്ങൾ സൗത്ത് കൊറിയയിലോട്ടാണ് പോണത്. അവിടെ അടിപൊളി വിശേഷങ്ങൾ എന്താണ് അവിടെ കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മ ഈജിപ്തിൽ നിന്ന് തുടങ്ങി ഓസ്ട്രേലിയ എത്തി, ഓസ്ട്രേലിയയിൽ നിന്ന് ജപ്പാനിൽ എത്തി, ജപ്പാനിൽ നമ്മ ഇപ്പൊ സൗത്ത് കൊറിയയിലോട്ട് പോകാൻ പോകുന്നു. അപ്പൊ ലോകത്തിലെ എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കവർ ചെയ്താണ്ട ഞാനിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളെ എന്താണ് സൗത്ത് കൊറിയയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഇന്ന് എന്താണ്, ഇന്ന് നമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മ സന്തോഷവാനാണോ, അത് മാത്രം നമ്മ നോക്കാം. അപ്പൊ മച്ചന്മാരെ, ദേ രാത്രിത്തെ ഒരു ഈവനിങ് വൈബ് വേണ്ട ജപ്പാനില്ല. ദേ നമ്മ പോയ അക്വേറിയത്തിന്റെ അവിടുത്തെ രാത്രി വൈബാണ്. നമ്മ പകലാണ് പോയത്. അപ്പൊ എനിക്ക് രാത്രി ഇവിടെ നിന്നുള്ള വൈബ് കാണാൻ പറ്റി. ദേ ഇതാണ് ജപ്പാനില അടിപൊളി വൈബ്. ഇത് ആ ഹോട്ടലിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൺസെറ്റാണ്. ഞാൻ കുറച്ച് വൈകി പോയി, ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് ലേറ്റായി. അതുകൊണ്ട് എനിക്ക് ഇത്രയും വ്യൂ കിട്ടിയുള്ളൂ. പക്ഷെ എന്തായാലും കിട്ടിയില്ല, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഞങ്ങൾ നാളെയാണ് പോണത്. ഇന്ന് പൈലറ്റ് വന്നില്ല. പൈലറ്റ് 6:30 വരെ ഉള്ളൂ. പക്ഷെ അങ്ങനെ കാർഗോ തീർന്നില്ല, അതാണ് കാര്യം. കണ്ടില്ലേ? അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ് ഞാനിവിടെ നിന്ന് കാണുന്നത്. അടിപൊളി നൈസ് ഹോട്ടൽ യൂണിവേഴ്സൽ പോർട്ട്. പിന്നെന്താ പറയുക, അങ്ങനെ അടിപൊളി കുറേ എന്താ പറയുക വൈകിട്ടത്തെ ആ ഒരു വൈബ് കണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. 13 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പ്. അപ്പം അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ സഹിച്ച് കുറേ പിള്ളേർ ഡെക്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇത് നല്ലൊരു സ്വേട്ടുണ്ട് കേട്ടോ കാണാൻ. സമയം എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അതൊരിക്കലും ആരും മറക്കരുത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ. ഞാൻ ഓരോ മിനിറ്റും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാണ്ടിരുന്നിട്ടില്ല. ചെയ്തിട്ടാണ് അതിൽ ഏറ്റവും പോസിറ്റീവ് ഉണ്ടായേക്കണത്. ചെയ്യാണ്ടിരുന്നിട്ടല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ചീത്തയായിരിക്കുക, നല്ലതായിരിക്കുക. ചീത്തയെന്ന് നമ്മൾ പഠിക്കുക, ലേൺ ചെയ്യുക, മുന്നോട്ട് പോവുക. നല്ലതാണെങ്കിൽ നല്ലത് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. നല്ല ബെറ്റർ ഒരു എന്താ പറയുക ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാണ്ട് കുറേ എക്സ്പീരിയൻസ് വേണം മോനെ. നമ്മൾ കുറേ അബദ്ധങ്ങളിൽ ചാടിയല്ലേ അറിയുള്ളൂ അത് നല്ലതാണ് ഇല്ലെന്ന്. അതുകൊണ്ട് ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, എല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കാണുന്നത്. മുന്നോട്ട് പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മ എത്ര അബദ്ധങ്ങളിൽ പോയി ചാടിയാലും നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കണല്ലേ. എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി, ഒരു ഗോഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ രക്ഷിക്കണില്ലേ. അതെന്തിനാണെന്നറിയോ, മുന്നോട്ട് പോകാനാണ്. അപ്പം നമ്മ അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ അബദ്ധത്തിൽ പോയാലും കുഴി ചാടിച്ചാലും നമ്മൾ പിന്നെ നമ്മളെ നടത്തണില്ലേ 2 കാലില്ലേ. സോ ദാറ്റ്സ് മീൻസ് ദർ ഇസ് സംതിങ് ഈസ് ദെയർ ഫോർ യു, ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ അതിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് എവിടെ ഇരിക്കുകയാണ്, ലാസ്റ്റ് ഡേ ഇൻ ജപ്പാൻ.